ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ നല്ല ആഗ്രഹമുള്ളവരാണ്. ചെറുതാണെങ്കിൽ ചെറുത്, കുറച്ചാണെങ്കിൽ കുറച്ച്, നമുക്ക് നമ്മളതായ ഒരു വരുമാനം ഉണ്ടാകുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ കോഴി വളർത്തൽ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ വെളിയിലേക്കൊന്നും പോകണ്ട. നമ്മളെ വീടിൻ്റെ പരിസരത്തായിട്ട് ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ 10 സെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പക്ഷേ പലരും വരുമാനം എന്ന് കേൾക്കുമ്പോൾ ചാടി പുറപ്പെട്ടിട്ട് ഈ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് നഷ്ടത്തിലായിട്ട് അവസാനിപ്പിച്ചവരുണ്ട്. അപ്പോൾ ഇത് നഷ്ടത്തിലാവാതെ നല്ല രീതിയിൽ ലാഭത്തിൽ തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ചെറിയ അനുഭവങ്ങളുമാണ് ഞാനിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കോഴി വളർത്താൻ തുടങ്ങുന്ന ഒരാൾ ആദ്യമായിട്ട് നാടൻ കോഴികളെ തന്നെ വാങ്ങാൻ നോക്കുക കേട്ടോ. തനി നാടൻ കോഴികളെ തന്നെ വാങ്ങാൻ നോക്കുക. എന്നാൽ യാതൊരു പേടിയും പേടിക്കേണ്ട. നല്ല പ്രതിരോധ ശേഷിയുള്ളവരായിരിക്കും. പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ നല്ലപോലെ മുട്ടയിടും, പിന്നെ പൊരുതും അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പം നല്ല നാടൻ കോഴികളെ വാങ്ങണമെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു സംരംഭം തുടങ്ങാൻ ഒരു 3000 ഉറുപ്യ മതി കേട്ടോ. അപ്പോൾ 1000 ഉറുപ്യക്ക് ചെറിയൊരു മരക്കൂടും കിട്ടും. 2000 ഉറുപ്യക്ക് കോഴികളെയും വാങ്ങിക്കുക. അതായത് ഒരു പൂവനെയും 2 പെടനെയും 600-700 റേറ്റിലാണ് ഇപ്പോൾ കോഴി കിട്ടുന്നത്. നല്ല കോഴികൾ കേട്ടോ. അപ്പോൾ നമുക്കൊരു പൂവന് 2 പെടനെയും വാങ്ങുകയാണെങ്കിൽ 600 ആണെങ്കിൽ 1800 ഉറുപ്യക്ക് സുഖമായിട്ട് കിട്ടും. ഒരു പൂവനും 2 പെടയും കിട്ടും. പിന്നെ കൂടിൻ്റെ പൈസ വേറെയും, പിന്നെ ഒരു കാര്യത്തിരി തീറ്റയും വാങ്ങിക്കുക. അങ്ങനെ ഒരു 3000 ഉറുപ്യക്ക് ചെറിയൊരു സംരംഭം തുടങ്ങിയാൽ പിന്നെ ഈ കോഴികൾ പിടക്കോഴികൾ മുട്ടിട്ട് ഒരട വെച്ച് വിരിയിച്ച് മക്കളെ ഇറക്കി, പിന്നെ ആ മക്കളെ വലുതാക്കി, അങ്ങനെ നമ്മൾ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരിക. പിന്നെ നമ്മൾ സെയിലിടുക. പിന്നെ നമ്മൾ കോഴിക്കൂട് ഉണ്ടാക്കുക. ചെറിയ വേറൊരു കോഴിക്കൂട് തട്ടിക്കൂട്ടുക. കോഴിക്കൂടൊക്കെ ചെറിയ നമുക്ക് റേറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ പലകയൊക്കെ എന്താ പറയുക, മരത്തിൻ്റെ മില്ലിലൊക്കെ പലകകൾ ഇട്ടാണ്ടാവും. അപ്പോൾ വില കുറഞ്ഞതും ഉണ്ടാവും, വില കൂടിയതും ഉണ്ടാവും. അപ്പം പലക വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ അടിച്ചുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അടിച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ ആരെ കൊണ്ടെങ്കിൽ ഉണ്ടാക്കിപ്പിക്കുകയൊക്കെ ചെയ്യുക. കുറഞ്ഞ ചിലവിൽ, അധികം ചിലവ് കൊടുക്കാത്ത രീതിയിൽ കോഴിക്കൂടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾക്ക് അതിലേക്ക് കോഴിക്കൂടിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരിക, കോഴിക്കുട്ടികളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഏതൊരു കാര്യവും നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് മൈൻഡോട് കൂടി ഒരിക്കലും തുടങ്ങരുത്. അതായത് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഇത്ര മാസം വരുമാനം കിട്ടണോ, ഇത്ര കിട്ടണം എന്നുള്ള അങ്ങനെ ചിന്തിച്ച് നമ്മൾ തുടങ്ങിയാൽ ഒരിക്കലും അത് വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒരു തുടങ്ങുക, അപ്പോൾ നമുക്ക് വരുമാനം താനെ വരും. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നേരമ്പോക്കാണ് കോഴി വളർത്തൽ. യൂട്യൂബ് എൻ്റെ ഒരു നേരമ്പോക്ക് തന്നെയാണ്. ഞാൻ ഒരു നേരമ്പോക്കിന് തുടങ്ങിയാണ് കോഴി വളർത്തൽ. 2008 നമ്മളിവിടെ ഫസ്റ്റ് പിന്നെ പ്രാവുകളെ വാങ്ങിക്കുന്നത്. ആ പ്രാവുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പിക്കൂട് ഉണ്ടാക്കിയത്. കമ്പിക്കൂടിൻ്റെ മുകളിലത്തെ കളിയിൽ മുഴുവൻ പ്രാവുകളേനും അടിയിൽ ഗിനിക്കോഴികളേനും. പിന്നെ പാമ്പിൻ്റെ ശല്യം ഭയങ്കരമായത്. പാമ്പ് വന്ന് കോഴിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ പ്രാവിനെ മൊത്തം ഒഴിവാക്കിയത്. അപ്പോൾ നമ്മളന്ന് ഡബിൾ നെറ്റ് ഒന്നും അടിച്ചിട്ടില്ലേനു, നമുക്കറിയില്ല. വലിയ കമ്പി കള്ളി, വലിയ വലിയ കള്ളിയേനും അതിൻ്റെ ഉള്ളിൽ കൂടെ പാമ്പ് വരിക. എവിടുന്നാണ് വരുന്നത് അറിയില്ല. കോഴിക്കൂട്ടിൽ ഇങ്ങനെ പാമ്പ് കിടക്കുകയാണ്. അങ്ങനെയാണ് പ്രാവിനെ നമ്മൾ ഒഴിവാക്കിയത്. പിന്നെ ഗിനിക്കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട്. അയൽവാസികളൊക്കെ ഇങ്ങോട്ട് പറയലാണ്, നിങ്ങളെ ഗിനിക്കോയിൻ്റെ ഒച്ച കൊണ്ട് നിൽക്കാൻ പറ്റണില്ല. നമുക്ക് തന്നെ തലവേദന എടുക്കും. 4 ഗിനിക്കോഴി അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇനി ഒരു പൂവനും 3 പെടയും. പെടകളൊക്കെ നല്ല രീതിയിൽ മുട്ടയിടേനി. ഏകദേശം 35-36ഓളം ഗിനിക്കോഴി മുട്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാടൻ കോഴി മുട്ടൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല, ചെറിയ മുട്ടയായിരിക്കും. നല്ല രീതിക്ക് അടയിരിക്കും ചെയ്യും ഗിനിക്കോഴികൾ. ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിലേനി അടയിരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് വലിയ അറിവൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് അവിടെ തന്നെ അട കിടന്നോട്ടെ. എന്നിട്ട് രാത്രി ഒരു കൊട്ട കൊണ്ട് മൂടി വെച്ച് രാവിലെ വന്ന് നോക്കിയപ്പോൾ കൊട്ടയും ഇല്ല, കോഴിമുട്ടകളും ഇല്ല, കുറേ തൂവൽ പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കോഴീനെയും കോഴിമുട്ടനെയൊക്കെ എന്തോ പോക്കാമ്പൂച്ച എന്തോ രാത്രി വന്ന് ആക്രമിച്ച് കൊന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം കുറേ കൊല്ലം നമ്മളെ കൂടെ ഒഴിഞ്ഞ് കിടക്കേനി. എന്തോ ഒരു വിഷമം പോലേനി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതിലെ സൈക്കിളാരം പോകുമ്പോൾ നമ്മളൊരു 6 ഗിരിരാജ കോഴിനെ വാങ്ങീനി. 6 വാങ്ങിയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ 5 ചത്തുപോയി. പിന്നെ ആകെ ഒരു ഗിരിരാജ കോഴി ഉള്ളേനി. പിന്നെ അത് മാത്രം ഇങ്ങനെ നിന്നപ്പോൾ അതിനൊരു പൂവനില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് കുഞ്ഞോൾത്താത്തൻ്റെ കൂടെ പോയിട്ട് നാടൻ കോഴികളെ കണ്ടത് അപ്പോഴാണ്. അപ്പോൾ ഓരോ പറഞ്ഞാൽ നടക്കുമ്പോൾ കാല് കോഴിക്കുട്ടികളെ തടഞ്ഞ് വീകും. അത്രയും കോഴികളുണ്ട് ഓർക്ക്. അപ്പോൾ ഈ 3 മാസമൊക്കെ ആയ കോഴിക്കുട്ടീനൊക്കെ 100 ഉറുപ്പ്യൊക്കെ ഓലന്ന് കൊടുക്കണേ. പക്ഷേ എനിക്കന്ന് കോഴിക്കുട്ടികളെ വാങ്ങാനുള്ള ധൈര്യമില്ല. എന്താ വെച്ചാൽ എനിക്ക് കോഴിക്കുട്ടികളെ നോക്കി പരിചയമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു പൂവനെയും ഒരു പെടനെയും നിങ്ങൾ തരണം എന്നാണ്. അങ്ങനെ വൈറ്റ് പൂവനെയും കറുത്ത പെടനെയും ഇവിടെ കൊണ്ടുവന്നത്. അത് നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ നാടൻ കോഴികൾ അതാട്ടോ. അത് ഏകദേശം ഒരു 8 കൊല്ലം മുന്നേറ്റാൻ തോന്നുന്നുണ്ട്. 8-7 കൊല്ലം മുന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഫസ്റ്റ് നാടൻ കോഴികൾ. നല്ല അടിപൊളി ഒരു വൈറ്റ് പൂവനും ഒരു ബ്ലാക്ക് പെടയും. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ആ പെടക്കോഴി. പിന്നെ ആ ഗിരിരാജ ഒരു പെടയുള്ള അത് ഇവിടെ ഉണ്ട്. അങ്ങനെ ആ 2 പെടയും ഒരു പൂവനും അതിന് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ഗിരിരാജ പെട മുട്ടയിട്ടിട്ടൊന്നുമില്ല, നെയ്ക്കെട്ടി പോയതെന്തോ ആണെന്ന് തോന്നുന്നത്. അങ്ങനെ ഈ കറുത്ത പെട മുട്ടയിടാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് കമ്പിക്കൂടാണല്ലോ. ആദ്യത്തെ ദിവസം മുട്ടയിട്ടപ്പോൾ തന്നെ കോഴിമുട പൊട്ടിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എഗ് ബോക്സ് സെറ്റാക്കി കൊടുക്കണം എന്നുള്ളത്. ഇതൊന്നും അറിയില്ല കേട്ടോ, ആദ്യമായിട്ടല്ലേ കോഴി വളർത്തുന്നത്. അങ്ങനെ ഞാൻ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് കൊണ്ടുവച്ച് കൊടുത്ത് പിന്നെ കോഴി അതിൽ മുട്ടയിടലായി. അങ്ങനെ 10 മുട്ട ഇട്ട് കേട്ടോ. ആദ്യത്തെ പൊട്ടിപ്പോയി. ടോട്ടൽ 11 മുട്ട ഇട്ടിനി, 1 പൊട്ടിപ്പോയി. ബാക്കി 10 മുട്ട ഇട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം കോഴി അങ്ങനെ തന്നെ ഇളകാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പൊരുതി അട കിടക്കുകയാണോ എന്ന്.
അപ്പോൾ ഇവിടെ വീട്ടുകാരും പറഞ്ഞ് അതിനെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യണ്ടെന്ന്. അങ്ങനെ അത് കിടന്ന് 21 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമായി പോയിട്ട് ആദ്യത്തെ കോഴിക്കുട്ടികളെ കണ്ടപ്പോൾ നല്ല വെള്ള കോഴിക്കുട്ടികൾ പൂവനെ പോലെ തന്നെ മക്കൾ 7 പൂവനും 3 പെടയാണ് കിട്ടിയത്. 7 പൂവനും 3 പെടയും. അപ്പോൾ പിന്നെ എല്ലാവരും ഇവിടെ വലുതായും ചെയ്തിട്ടോ. അന്ന് സ്റ്റാർട്ടറില്ല, അരി പൊടിച്ചാൽ കൊടുക്കൽ. എനിക്കറിയില്ല സ്റ്റാർട്ടർ ഉണ്ടോ, ഞാൻ സ്റ്റാർട്ടർ കൊടുത്തിട്ടില്ല. അങ്ങനെ അരി പൊടിച്ചൊക്കെ കൊടുത്ത് എല്ലാവരും ഉഷാറായിട്ട് വലുതായി. നല്ല ആരോഗ്യമുള്ള പൂവന്മാരും കേട്ടോ. പൂവന്മാർ തമ്മിൽ കൊത്തു കൂടുന്നൊന്നുമില്ല, ഒരേ ബാച്ചിലെ പൂവന്മാർ ഒരിക്കലും കൊത്തു കൂടില്ല. എന്നാലും ഇത്രയും കോഴികൾ ഇവിടെ വേണ്ടല്ലോ, എല്ലാവർക്കും തീറ്റ കൊടുക്കണ്ടേ, സെയിലാക്കാമെന്ന് വിചാരിച്ചു. സെയിലാക്കാന്ന് പറഞ്ഞാൽ നമ്മളവിടെ വന്ന് എടുത്തുകൊണ്ട് പോകണ ഒരു തേങ്ങലിക്കാറുണ്ട്, 300 രൂപയെ തരുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കാനും തോന്നിയില്ല, നല്ല കിഡിലാൻ പൂവന്മാരേനി. അങ്ങനെ ഞാനൊരു പ്രമുഖ യൂട്യൂബറോട് ഞാൻ ചോദിച്ചത്, നമ്മൾ കോഴികളൊന്ന് സെയിലാക്കി തരുമോയെന്ന്. ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾ കോഴിനെ സെയിലാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താവും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പറഞ്ഞ് നിങ്ങളെ വീഡിയോ അയച്ചു കൂടിയെന്നാണ്. അങ്ങനെ നമ്മളെ കോഴികളെ മൊത്തം വീഡിയോ അയച്ചു കൊടുത്ത് ഒരു നോക്കട്ടെ എന്ന് പറയില്ലാതെ സെയിലാക്കി തന്നില്ല. അന്നത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ കോഴിനെ സെയിലാക്കാൻ നമ്മൾ ഒരാളടുത്തും പോയി കൈ നീട്ടരുത്. നമ്മളെ ഉൽപ്പന്നം സെയിലാക്കണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് സെയിലാക്കുന്നത്. അപ്പോൾ ഒരു എന്നോട് പറഞ്ഞു നിങ്ങൾ ചാനലൊക്കെ തുടങ്ങിക്കോളിയെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ പക്ഷേ അന്ന് ചാനലിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കണേ ഇല്ല. അങ്ങനെ ഞാൻ കോഴിക്കടയിൽ പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നമ്മൾക്ക് ഇവിടെ ചേളാരിയിലൊക്കെ ചൊവ്വാഴ്ച ചന്ത ഉണ്ടാവും, ചന്തയിലേക്ക് നിങ്ങൾ വെറുതെ ഒരു സഞ്ചിയായിട്ട് വെറും കാലി സഞ്ചിയായിട്ട് നടന്നാൽ മതി, ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും കോഴിയാണോ എന്ന് ചോദിച്ചിട്ട്. അത്രയും ആവശ്യമാണ് നാടൻ കോഴിക്ക് ചന്തയിൽ. എന്തായാലും ഒരു നമ്മളോട് ചുരുങ്ങിയ റേറ്റിൽ വാങ്ങിയിട്ട് ഒരു 500 റുപ്യക്കൊക്കെയാണ് പൂവനെ വിൽക്കുന്നത്, നമ്മളോട് 300 വാങ്ങുക. അങ്ങനെ എനിക്ക് ചന്തയിലൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. അന്ന് നമ്മൾ ചന്തയിലൊന്നും പോകുന്ന അങ്ങനെ പോകലില്ല, അങ്ങനെ ഭയങ്കര ഫുള്ള് അവിടെ ജെൻസൊക്കെ ആയിരിക്കും, അതുകൊണ്ട് മടിയാണ്. എന്നാലും ഞാൻ എന്ത് ചെയ്ത് 2 ബൈറ്റ് പൂവനെയും സഞ്ചിയിലൊക്കെ ഇട്ട് നമ്മളെ അയൽവാസീൻ്റെ ഒക്കെ കൂടെ അങ്ങനെ പോയി. പറഞ്ഞ പോലെ തന്നെ നമ്മളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്ന് കോഴിയാണോ വെച്ച് 300 200 തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ആർക്കും കൊടുക്കുന്നില്ല, ഞാൻ വീട്ടിലേക്ക് തിരിച്ച് പോകാമെന്നാണ്. ആർക്കും കൊടുക്കുന്നില്ല എന്നാണ്. 300 ഒരു ലാസ്റ്റ് പറഞ്ഞ റേറ്റ്. അങ്ങനെ ഒരാൾ 350 പറഞ്ഞു, എന്നിട്ട് ഞാൻ കൊടുത്തില്ല. അങ്ങനെ ലാസ്റ്റ് ഞാനിങ്ങനെ തിരിച്ച് പോരുക കോയിനായിട്ട്. അന്നേരം ഏറ്റവും തെറ്റത്തിരിക്കുന്ന ഒരു കടക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് 400 തരാം, നിങ്ങളെ പൂവനെ നല്ല പൂവനെ ഞങ്ങൾ എടുത്തോളാം. അങ്ങനെ 2 പൂവനെ ആൾ വാങ്ങിച്ച് 800 റുപ്യയും തന്ന്. അതായിരുന്നു നമ്മൾ ആദ്യത്തെ സെയിൽ കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കി പൂവന്മാർ ഇവിടെ ഉണ്ട്, 2 ആൾ സെയിലായി. ബാക്കി 5 പൂവന്മാർ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അറക്കാനുള്ള മനസ്സങ്ങോട്ട് വരണമില്ല. അങ്ങനെ പിന്നെയും ചന്തയിൽ പോകാനും മടിയും, ചന്തയിൽ പോകാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ 5 പൂവന്മാരുണ്ട്. അങ്ങനെ പിന്നെ കോഴിക്കടയിൽ തൂക്കം കൊടുക്കുക ചെയ്തത് കേട്ടോ. തൂക്കി കൊടുത്തതാണ് ഞാൻ ഫുള്ള്. ഓട്ടോ പിടിച്ച് പോയിട്ട് കോഴിക്കടയിൽ തൂക്കം കൊടുത്തു. പിന്നെ നമുക്കുണ്ടായിന് 3 പെടകളുണ്ടായിരുന്നല്ലോ. പെടകളൊക്കെ മുട്ടട്ട്. അപ്പോൾ മുട്ടട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കോഴിമുട്ട സെയിലാക്കാമെന്ന്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു, അയൽവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും കോഴിമുട്ട വേണ്ട, ആർക്കും വേണ്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കോഴിമുട്ടകൾ എന്താ ചെയ്യുക. അങ്ങനെ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെടക്കോയിനെ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ പെടക്കോയിനെ വേണമെന്നാണ് ആരോ പറഞ്ഞേരം ഞാൻ പെടക്കോയിനെ 2 പെടക്കോയിനെ സെയിലാക്കി. അന്ന് ഈ പാരസ്റ്റോക്കിൽ ഇത്ര കോഴി വേണമെന്നൊന്നും അറിയില്ല ഇനി. അങ്ങനെ പിന്നെ ആ 2 പെടക്കോയിനെ കൊടുത്ത് പിന്നെ ഈ ആ തള്ളക്കോഴിയും ആ ചെറിയ കുഞ്ഞിക്കോഴിയും മാത്രമുള്ള ഇനി. പിന്നെ ഓരയും വെച്ച് കുറേ പേർ ഓടി. പിന്നെ അപ്പോൾ ഇതിന് തള്ളക്കോഴി പിന്നെയും മുട്ടയിട്ട് നല്ലൊരു തള്ളക്കോഴി ഇനി ബ്ലാക്ക് കോഴി ഇനി. ബ്ലാക്ക് കോഴികളോട് എനിക്ക് അന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ്. നമ്മളെ ഫാമിലി എന്നും ഒരു ബ്ലാക്ക് കോഴി ഉണ്ടാവലുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം പിന്നെ അത് നമ്മൾ കുറച്ച് കാലം നിർത്തി. പിന്നെ എന്തോ മടി കുടുങ്ങി, കോഴി വളർത്തലൊക്കെ നിർത്തി, എല്ലാത്തിനും കൊടുത്തൊക്കെ ചെയ്തിനി. പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് പോയിട്ട് 1 മാസമായ കുറച്ച് കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നത്. അതിപ്പോൾ ഏകദേശം 5 കൊല്ലം മുന്നേ ആണെന്ന് എൻ്റെ ഓർമ്മ. അതിലൊരു തള്ളക്കോഴി ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. അത് നല്ല പാരൻറ്റ് സ്റ്റോക്കേനി. ആ നല്ലതെന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പർ മക്കളേനി. 1 മാസമായ മക്കളെ വാങ്ങി ഞാൻ വളർത്തി വലുതാക്കി. അതൊക്കെ ഇവിടുത്തെ പാരസ്റ്റോക്കായി. പിന്നെ അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാനങ്ങനെ വരുമാനം കണക്കാക്കിയല്ല, ഞാനൊരു നേരം പോക്കിന് തുടങ്ങിയതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ എനിക്ക് ഈ മാസം കൃത്യം ഇത്ര വരുമാനം വേണമെന്ന് ഇങ്ങനെ കട്ടായം വിചാരിച്ച് നിൽക്കുന്നൊന്നുമില്ല. ഞാൻ അതേപോലെ ചിലവ് ചെയ്തേക്കും. ഇപ്പം ഞാൻ ഈ മുട്ടക്കോഴികളെ വളർത്തുന്നത് ഞാനൊരു ചെറിയൊരു ബിസിനസ് മൈൻഡോട് കൂടിയാണ് കേട്ടോ. നമ്മൾ ഡേ ഓൾഡ് കൊണ്ടുവന്നാണ് ഗ്രാമശ്രീ മുട്ടക്കോഴികളെ. ഒരുക്കുള്ള തീറ്റ ചിലവിൻ്റെ കാര്യമൊക്കെ ഇപ്പം തന്നെ ഒരുപാട് ചിലവായിട്ടുണ്ട്. അവർക്ക് തവിട് ഗ്രോവറൊക്കെ ആയിട്ട്. ഇനി ഒരു മുട്ടയിട്ട് തുടങ്ങുമ്പോൾ എന്താവും, എത്ര കിട്ടും, എത്ര ചിലവ് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഞാൻ ശരിക്കും നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്നും പുറത്ത് വിടലില്ല, പൂവനെ വിടുന്ന ദിവസം വിടലില്ല. പൂവനെ പിടിച്ചിട്ടിട്ടാണ് ഓരോ വിടലുള്ളത്. നമ്മളെ മെയിൻ പൂവന് ഇപ്പോൾ മാർച്ചിൽ ഒരു ലാസ്റ്റിലേക്ക് ഒരാൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരാളെ മെയിൻ പൂവനാക്കും. അതിൻ്റെ ശേഷം നമ്മൾക്ക് പിന്നെ വേറെ ഫ്രീ ആയിട്ട് വിടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവരെ ഞാൻ അങ്ങനെ മുട്ട കൊടുക്കാനുള്ള ഇപ്പം പിന്നെ മുട്ടയ്ക്ക് ഭയങ്കര ആവശ്യമാണ്. ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് നാടൻ മുട്ട ഉണ്ടോ, പിന്നെ ഗ്രാമശ്രീൻ്റെ മുട്ടയാലും മതി എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ. ഇനിയിപ്പോൾ ഇവർ മുട്ടയിട്ട് കഴിയുമ്പോൾ തന്നെ ഇനി ഓർഡർ ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ.
പിന്നെ കോഴിമുട്ട വിൽക്കുന്നതിനെക്കാട്ടിലും എല്ലാം കൊണ്ടും ലാഭം കോഴിക്കുട്ടികളെ വിൽക്കുകയാണ്. കോഴിക്കുട്ടികളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ഓൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ആരോഗ്യമുള്ള കോഴിമക്കളെ തന്നെ കൊടുക്കണം. അല്ലാതെ നമ്മൾ തീരെ ആരോഗ്യമില്ലാത്ത പാരൻസിന് ആരോഗ്യമില്ലാത്ത മക്കളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ല കോഴിക്കുട്ടികളാക്കിയിട്ട് ഒരാഴ്ചയായിട്ടോ 2 ആഴ്ചയായിട്ടോ 1 മാസമൊക്കെ ആയിട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ബാച്ച് 1 മാസമായിട്ടാണ് കൊടുത്തത്. എനിക്ക് ഡേ ഓൾഡ് കൊടുക്കാനൊരു മനസ്സിപ്പോൾ വരുന്നില്ല. ഇപ്പോൾ ഈ ചൂടത്ത് ഡേ ഓൾഡ് ബോക്സിലാക്കി അയച്ചാൽ കോഴിക്കുട്ടികൾക്കും പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു ചൂടുകാലം കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സെയിലില്ല കേട്ടോ, നമുക്ക് ഒരു 2 മാസത്തേക്ക് നമുക്ക് സെയിലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മെയ് ലാസ്റ്റിലൊക്കെ ആയിരിക്കും നമ്മൾ സെയിലിടുക കേട്ടോ. മെനക്കെടാനൊരു ഇത്തിരി മനസ്സും പിന്നെ നമ്മൾ അധികം പൈസ ഇതിലേക്ക് ഇറക്കരുത് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഇനി കോഴിത്തീറ്റയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാരെപ്പോഴും ഒരു പൂവനും 2 പടയും വെച്ച് തുടങ്ങിയാൽ മതി. എന്നാൽ തന്നെ ഇഷ്ടം പോലെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. നാടൻ കോഴിയാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, 6 മാസം കൊണ്ട് മുട്ടടും പൊരുതും കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കും. പിന്നെ ആ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സെയിലാക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതൊരു 1 മാസമൊക്കെ ആയാൽ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഇഷ്ടം പോലെ നാടൻ കോഴിക്ക് ആവശ്യമുണ്ട്, എന്തായാലും സെയിലാവും. പിന്നെയും സെയിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പൂവന്മാരാണ്. പടക്കോഴിക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും എന്നും ആവശ്യം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്, നാടൻ കോഴിയാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കോഴികളാണെങ്കിൽ ആവശ്യക്കാർ ഏറെയാണ് കേട്ടോ. നല്ല നാടൻ കോഴികളെ നമ്മൾ മിതമായ നിരക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട്, പക്ഷെ നമുക്ക് പ്രൊഡക്ഷൻ കുറവാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.